ഇസ്രായേലിനെതിരായ ആക്രമണം ലക്ഷ്യം കണ്ടുവെന്ന് ഇറാൻ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഇസ്രായേലിനെതിരായ ഓപ്പറേഷൻ വിജയകരമായിരുന്നുവെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ഹൊസൈൻ സലാമി പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. ഒപ്പം ഇസ്രായേലിന് അമേരിക്ക പിന്തുണ നൽകിയാൽ അമേരിക്കയുടെ താവളങ്ങളും ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി. സ്വിറ്റ്സർലാൻഡ് വഴിയാണ് ടെഹ്റാനിൽ നിന്ന് US ഭരണകൂടത്തിന് സന്ദേശം കൈമാറിയത്. ഇറാനുമായി തർക്കത്തിന് ആഗ്രഹിക്കുന്നില്ലെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിൻ പ്രതികരിച്ചു. അതേസമയം ഇസ്രായേലിനെ പിന്തുണച്ച് പ്രവർത്തിക്കാൻ ധൈര്യപ്പെടില്ല എന്ന അർത്ഥമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം US താവളങ്ങൾ ആക്രമിച്ചാൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറാവുക. ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാൻ വീണ്ടും സാധ്യതയുണ്ട്. 48 മണിക്കൂറിനകം ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സജ്ജമായിരുന്നു. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണത്തിന് മുതിരരുതെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി. ഏപ്രിൽ 1 സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിലെ ഖുദ്സ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനടക്കം 13 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിരുന്നില്ല. എന്നാൽ പിന്നിൽ ഇസ്രായേൽ ആണെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിലേക്കും ഇസ്രായേലിലേക്കും ഇന്ത്യക്കാർ യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്ര ഒഴിവാക്കാനായിരുന്നു നിർദ്ദേശം. 2 രാജ്യങ്ങളിലും നിലവിൽ താമസിക്കുന്നവർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം. പരമാവധി യാത്ര ഒഴിവാക്കി താമസ സ്ഥലങ്ങളിൽ തുടരാൻ ശ്രമിക്കണമെന്നും ഇവർക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് സാധ്യതയേറിയ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയത്. ഇന്ത്യക്ക് പുറമെ മറ്റ് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് യാത്ര നിരോധിച്ചിരുന്നു. ടെൽ-അവീവ്, ജെറുസലേം നഗരങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള യാത്ര പാടില്ലെന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരുന്നു. സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇസ്രായേലിനെ സഹായിക്കാനായുള്ള അമേരിക്കയുടെ നീക്കം. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇറാനിൽ നിന്ന് ഉടൻ തിരിച്ചടി ഉണ്ടായേക്കുമെന്നും ഇത് യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്നായിരുന്നു അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയത്. തുടർന്ന് അമേരിക്ക ഇസ്രായേലിന് സൈനിക സഹായം നൽകുകയായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കാമെന്നും ഇത് യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നായിരുന്നു റിപ്പോർട്ട്. ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഒപ്പം ഒരു കാരണവശാലും ഇസ്രായേലിനെ ആക്രമിക്കരുതെന്ന് ഇറാനോടും നിർദ്ദേശിച്ചിരുന്നു. ആക്രമണമുണ്ടായാൽ ഡ്രോണുകളും മിസൈലുകളുമായിരിക്കും ഇറാന്റെ ആയുധങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് അമേരിക്ക അറിയിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനായിരുന്നു US സൈനിക സഹായങ്ങൾ അയച്ചത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഒരു ഭീഷണിക്ക് മുന്നിൽ ഇസ്രായേൽ സജ്ജമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ പ്രതിരോധത്തെ ഇസ്രായേൽ സേന നിമിഷങ്ങൾക്കകം തന്നെ തച്ചുടച്ചത്. കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ 2 യുദ്ധക്കപ്പലുകൾ അമേരിക്ക വിന്യസിച്ചിരുന്നു. ചെങ്കടലിൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണവും കപ്പൽവേധ മിസൈലുകളും പ്രതിരോധിക്കുന്ന USS കാർണിക്കായിരുന്നു യുദ്ധക്കപ്പലുകളിലൊന്ന്. അമേരിക്ക നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈയൊരു ഇറാൻ ആക്രമണത്തെ ഇസ്രായേൽ സേന തകർത്തത് എന്ന് പറയാം.